നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം അധികാരത്തിലേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പത്രസമ്മേളനം, ഈ ഒരു ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞത് കാവുകൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന്. കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമസ്കാരം. നമസ്തേ മാഡം, നമ്മുടെ കേരളം നാഗാരാധനയ്ക്ക് വളരെ പ്രസിദ്ധി കേട്ട ഒരു സ്ഥലമാണ്. നാഗഭൂമിയാണ് കേരളം എന്നാണ് പുരാണങ്ങളും നമ്മുടെ പഴമക്കാരും ഒക്കെ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും, കേരളത്തിലെമ്പാടും കാവുകൾ, ധാരാളം കാവുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഗദൈവങ്ങളുടെ അല്ലെങ്കിൽ നാഗരാജാവിൻ്റെയും നാഗയമ്മയുടെയും നാഗയക്ഷിയുടെയൊക്കെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല. ഈ മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യം വളരെ വിശേഷമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പുണർദം, പൂയം, ആയില്യം 3 ദിവസങ്ങളിലായിട്ടാണ് ആ ഉത്സവം. ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ് കോർ എന്ന് നമുക്ക് പറയാം, ഏറ്റവും പ്രസക്തിയുള്ള 3 ദിവസങ്ങൾ അതാണ്. ഈ കേരളത്തിലെ നാഗാരാധന നമ്മളത് മറ്റ് സ്ഥലങ്ങളിലൊന്നും അത്ര വിശേഷമായിട്ട് കണ്ടിട്ടില്ല. പല നാടുകളിലും നാഗാരാധന ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ സവിശേഷമായൊരു സാഹചര്യം, നാഗാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാം. നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു ടോക്കുണ്ട്, നാഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന്. നാഗം വേറെ, സർപ്പം വേറെ, രണ്ടും രണ്ടാണ്. പാമ്പ്, അതെ, അത് നാഗശാപം വരും എന്നൊക്കെ പറയാൻ കാരണം, ആദ്യം ഈ നാഗങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയണ്ടേ തക്ഷകൻ, വാസുകി, ഇങ്ങനെയുള്ള ഉയർന്ന നാഗങ്ങൾ, അതായത് സത്യമുള്ള നാഗങ്ങൾ, അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിലുള്ള പാതാള ലോകമാണ്. അവിടെ സൂര്യന്റെ വെളിച്ചം പോലും എത്തുന്നില്ല. അപ്പൊ അവിടെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവരുടെ കോപ്പിറൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ ചുറ്റുപാട് കാണുന്ന സർപ്പങ്ങളൊക്കെ, കാണുന്ന സർപ്പങ്ങൾ, അതും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാ കാവിലും പോയാൽ അവിടെയൊക്കെ പ്രതിഷ്ഠ ഉണ്ടെങ്കിലും ഒരു നാഗത്തെയും കാണാൻ കഴിയില്ല, അല്ലേ? ജീവനോടുകൂടി ആ നാഗങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ ഏതെങ്കിലും കാവിൽ വളരെ അപൂർവമായ ഒരു പാമ്പോ ഒരു ചേരയോ ഇങ്ങനെ പോയാലായി. പക്ഷെ സത്യമുള്ളൊരു നാഗത്തെ നമുക്ക് വളരെ റെയറായിട്ടേ കാണാൻ പറ്റും. അതായത് ആ നാഗങ്ങൾ സത്യമുള്ളത് കൊണ്ടും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ടും, നമുക്കൊരു പൂർണ്ണതയുള്ള ഇന്ദ്രിയങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം അപൂർണമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല, ഒരു പരിധിക്ക് അപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ കഴിയില്ല. അപ്പം അപൂർണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതിന് മുകളിലാണ് ഈ നാഗങ്ങളുള്ളത്. അവർ നാഗലോകത്തിൽ പരിധിക്ക് അപ്പുറത്താണ്. അതെ അതെ, പരിധിക്ക് അപ്പുറമാണ്. അത് സത്യമുള്ള നാഗങ്ങളുമാണ്. അവരെയാണ് നമ്മൾ ഈ കാവുകളിലെല്ലാം ആരാധിക്കുന്നത്. നാഗയക്ഷിയമ്മയായിട്ടും നാഗരാജാവായിട്ടും അങ്ങനെ അങ്ങനെ നമ്മൾ ആരാധിച്ചു പോകുന്നത് ദൈവങ്ങളെ. അവരുടെ വർഗത്തിൽപ്പെട്ട നാഗങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സർപ്പങ്ങൾ. പക്ഷെ അവർ പുനർജന്മങ്ങളാണ് ഈ സർപ്പങ്ങൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് അസൂയ, കുശുമ്പ്, ദേഷ്യം, വാശി, ഒരാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഹിംസ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, പാമ്പിന്റെ സ്വഭാവമാണെന്ന് പറയും. അതൊരു പാമ്പാണ്, സർപ്പത്തിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു മൂർഖന്റെ സ്വഭാവമാണ് എന്ന് നമ്മൾ പറയും. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ, കൊടും തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ ഇഴഞ്ഞു നടക്കാൻ ഭൂമിയിലേക്ക് പുനർജന്മം എടുത്തു വരുന്നതാണ് ഈ സർപ്പങ്ങൾ. അവരെല്ലാം നമ്മൾ ആരാധിക്കുന്നത്. മനസ്സിലായില്ലേ? മണ്ണാറശാല ആവട്ടെ, പെരളശ്ശേരി ആവട്ടെ, പാമ്പുമേക്കാട് ആവട്ടെ, അവിടെയൊക്കെ ഉയർന്ന സത്യമുള്ള നാഗങ്ങളെയാണ് ആരാധിക്കുന്നത്. അത് നാഗലോകത്താണ് അവരുടെ സ്ഥാനം. അവരെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും പുണ്യമില്ല. അവരുടെ വിഭാഗത്തിൽപ്പെട്ട എന്താ പറയാ സർപ്പങ്ങളായതുകൊണ്ടാണ് അവരെ നമ്മൾ ഉപദ്രവിക്കുന്നത്. കാരണം കിട്ടാൻ പറ്റുന്നതിന്റെ മാക്സിമം വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഒരു അവരുടെ കാഴ്ച, അവരുടെ കേൾവി, ഇങ്ങനെ എഴഞ്ഞു നടക്കും. എല്ലാവരും വെറുക്കുന്നു അവരെ, അല്ലേ? ഒരു പാമ്പിനെ കണ്ട അപ്പൊ തല്ലിക്കൊല്ലല്ലേ, ശത്രുതയാണ്. അതിനെ നമ്മൾ സ്നേഹത്തോടെ ലാളിക്കുന്നില്ലല്ലോ, പോറ്റുന്നില്ലല്ലോ. ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കാണാൻ പാമ്പിനെയൊക്കെ തോളയിലിട്ട് എന്തോ കളിക്കുന്നത്. പക്ഷെ എത്ര കോടി ജനങ്ങള്, മലയാളീസ് ആവട്ടെ ആരാവട്ടെ, ഒരു പാമ്പിനെ കണ്ട ഭയമാണ് അവർക്ക്. അതിനെ മനുഷ്യർക്ക് ഭയന്ന് നമ്മള് അയ്യോ പാമ്പെന്നും പറഞ്ഞുകൊണ്ട് നമ്മള് പേടിച്ചോടും. ആ വ്യക്തികൾ എന്തുകൊണ്ട് നമ്മുടെ ഈ കാവുകളിൽ പോയിട്ട് അവരെ ധ്യാനിക്കുന്നു? ഒരു പാമ്പിനെ കണ്ടാൽ പേടിച്ചോടുന്ന ആളാണ് ഈ സർപ്പാരാധനയ്ക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലുള്ള വ്യത്യാസം പറഞ്ഞത് ഇത് രണ്ടും രണ്ടാണ്.
പക്ഷെ അവർ തുല്യ ഗോത്രത്തിൽ പെട്ടത് കൊണ്ടാണ് അവർ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. കാരണം നമുക്കാണ് ഇപ്പോൾ ഒരു എഴഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ, എല്ലാവരും നമ്മളെ വെറുക്കുന്ന, പേടിക്കുന്ന, അറപ്പോടുകൂടി നോക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. ആ അവസ്ഥയാണ് ഈ പാമ്പുകൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് അവരുടെ പൂർവ്വജന്മ കർമ്മഫലമാണ്. ഇടം ഈ നാഗാരാധനയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ കാവുകൾക്കും നാഗങ്ങൾക്കും എല്ലാം നമ്മുടെ ചികിത്സയുമായിട്ടും ഒരു ബന്ധമുണ്ട്. ഈ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ചിഹ്നം തന്നെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തെ എടുത്താലും അവിടെ ഈ പാമ്പ് ഇതിൻ്റെ ചിഹ്നമായിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇപ്പം ആയുർവേദത്തിൽ ധന്വന്തരി മൂർത്തിയൊക്കെ ഉണ്ടെങ്കിലും നാഗങ്ങളുമായി ബന്ധപ്പെട്ട്, കാവുകളുമായി ബന്ധപ്പെട്ട് ഇപ്പം ആയുർവേദത്തിലെ ഒരു ശാഖ തന്നെ അങ്ങനെയാണ് വിഷചികിത്സ, ശല്യതന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാഖകളുണ്ട്. അതിൽ ഈ വിഷചികിത്സ ആയുർവേദത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ നാഗാരാധനയ്ക്കും പണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, വലിയ ഈ കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന വൈദ്യന്മാർ എന്നൊക്കെ നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ അങ്ങനെയുള്ളതില്ല, അങ്ങനെയുള്ള വൈദ്യന്മാർ. എന്താണ് അതേക്കുറിച്ച്? പിന്നെ ആയുർവേദത്തിൽ അങ്ങനെ ഒരു പാമ്പിൻ്റെ ഇത് കാണിക്കുന്നത് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ഷഡ്ചക്രങ്ങളെയൊക്കെ ആധാരപ്പെടുത്തിക്കൊണ്ടാണത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ. നമ്മൾ മൂകാംബിക അമ്പലത്തിൽ പോയാൽ ദേവിയെ കണ്ട് തൊഴുത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗണപതി ഭഗവാൻ ഉണ്ട് അകത്ത് തന്നെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് മതിലിൽ ഒരു പാമ്പിനെ ഇങ്ങനെ സിൽവറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സർപ്പോ നാഗോ ഒന്നും അല്ല, അത് നമ്മുടെ ചക്രത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ സിമ്പൽ ആ പാമ്പിനെ പോലെയാണ്. അത് പാമ്പായിട്ടല്ല, ആ ഷഡ്ചക്രത്തെയും നമ്മൾ വരച്ച് നമ്മുടെ നട്ടലടക്കമുള്ളത് ഒരു പാമ്പിന്റെ ഒരു രൂപത്തിലാണ്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ആണത്. അതില് നമുക്ക് എന്താ പറയാ, അല്ലാതെ പാമ്പിനെ വെച്ച് ആരാധനകളോ മറ്റോ അല്ല, ചികിത്സകളല്ല നടക്കുന്നത്. ഈ നമ്മുടെ മണ്ണാർശാലയിലെ കാര്യം പറഞ്ഞല്ലോ. ഈ മണ്ണാർശാല തുലാമാസത്തിലെ ആയില്യത്തിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഒന്ന് നൽകാം. അവിടെ നമുക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ ജീവിതം ഈ നാഗങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അവരുടെ ലൈഫിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മനസ്സിലാക്കുന്നത് ഈ ബ്രഹ്മചാരിണിയായി അവിടുത്തെ പൂജകളൊക്കെ ചെയ്ത് അനുഷ്ഠാനങ്ങളിലൂടെ ആ ജീവിതം. കാരണം ഈ നാഗങ്ങൾക്ക് കദ്രുവിന്റെയും വിനതയുടെയും മക്കൾക്ക് ഉണ്ടാവുന്നതാണ് ഈ നാഗങ്ങൾ അത്രയും. പക്ഷെ ഗരുഡൻ എല്ലാം വരുന്നത്. അപ്പൊ അവരുടെ ശരീരത്തിന് ശാപം കിട്ടിയത് കൊണ്ട് ഭയങ്കര ചൂടാണ് ഈ നാഗങ്ങളുടെ ശരീരത്തിന്. ആ ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നൂറും പാലും ഒക്കെ കൊടുക്കുന്നത്, മഞ്ഞപ്പൊടി ഇതെല്ലാം കൊടുക്കുന്ന ക്ഷേത്രത്തിൽ. പിന്നെ ഈ സർപ്പബലി ഉള്ളതൊക്കെ. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പുറ്റുണ്ടല്ലോ, പുറ്റ്, മുട്ട, ഇത് കൊടുക്കാന്ന് പറയുമ്പം അത് അവരുടെ താമസ സ്ഥലത്തെ നമ്മൾ സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അത് കൊടുക്കുന്നത്. ഈ മുട്ട കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ജീവി വർഗം, ആ ഉരക ജീവി നമ്മുടെ ഭൂമിയിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള എയറിനെ അവര് തീർച്ചയായും എടുക്കുന്നുണ്ട്. എടുത്തിട്ട് അവര് നമുക്ക് ഈ വിഷസഞ്ചിയിൽ സൂക്ഷിക്കുന്നത്. അതെ, പിന്നെ ഹാർട്ട് പ്രോട്ടീൻ ആണെന്ന് ശാസ്ത്രം പറയും. അപ്പോൾ നമ്മളെ മനുഷ്യകുലത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഈ നാഗങ്ങളും സർപ്പങ്ങളും വേണം. അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാവുകളെല്ലാം സംരക്ഷിച്ചു പോരുന്നത്. അപ്പൊ മണ്ണാറശാലയിൽ അവിടെ കാവുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ നാഗങ്ങൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ സന്താന ദുരിതങ്ങൾ തീർന്നിട്ടും, കല്യാണ പ്രശ്നങ്ങൾ തീർന്നിട്ടും, ദാമ്പത്യ ജീവിതത്തിലെ ഇഷ്യൂസ് മാറിക്കിട്ടും, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിരവധി രോഗങ്ങൾ, ഒരുപാട് സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസ് ഒക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പാമ്പുമേക്കാട് പോവുകയാണെങ്കിൽ അവിടുന്ന് ഒരു എണ്ണ കിട്ടും. ആ എണ്ണ, ഇത് അഭിഷേകം കഴിഞ്ഞ എണ്ണയാണ്. ആ എണ്ണ നമ്മൾ ശരീരത്തിൽ തേക്കുമ്പോൾ നമ്മൾ പ്യൂർ വെജിറ്റേറിയൻസ് ആയിരിക്കണം. അതങ്ങനെ ഒരുപാട് അലക്ഷ്യമായിട്ട് വെക്കരുത്. അപ്പൊ അത്രയും ചിട്ടകളുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഈ നാഗ ആരാധനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വളരെ, ഏതൊരു ദൈവത്തോട് അടുക്കുന്നതിനേക്കാളും ബഹുമാനത്തോട് സൂക്ഷിച്ചോടും. കാരണം വെച്ചാൽ അവരുടെ ക്യാരക്ടർ എപ്പം മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ കണ്ണാ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷമയുണ്ട്. ആ അനന്തന്റെ മേളിലാണ് ആര് കിടക്കുന്നത്? ഭഗവാൻ കിടക്കുന്നത്. ഇതേ വാസുകീനെയാണ് അലങ്കാരമായിട്ട് ആര് ചാർത്തിയിരിക്കുന്നത്? മഹാദേവൻ അണിഞ്ഞ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലുണ്ട്, ദേവിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്റ്റായ ഒരു, ചെയ്യുന്ന തെറ്റുകൾക്ക്, എന്ത് തെറ്റ് മനുഷ്യൻ ചെയ്താലും ഒരു ഭയപ്പാട് അവിടെയുണ്ട്. അത്രയും ഭയപ്പാട് നമ്മൾ പൂർണ്ണമായി നാഗാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ. തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ പാമ്പിന്റെ പക. പിന്നെ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ആ ജീവി വർഗത്തോട് നമ്മൾ കാണിക്കുന്ന അവഗണന മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. തീർച്ചയായിട്ടും. ഈ കാവുകൾ നശിപ്പിച്ചിടത്തല്ല, ഇപ്പോൾ പണ്ട് ഇടയ്ക്ക് പറയുന്നതാണ് ഞാൻ,
നമ്മുടെ പിന്നെ പറഞ്ഞ ഒരു സംഘടന ചിലപ്പോൾ നമ്മളോട് വഴക്കിനൊക്കെ വരും. തീർച്ചയായിട്ടും. പൂക്കാസ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവരെല്ലാവരും ഈ കാവുകളൊന്നും വേണ്ട, ഇതൊക്കെ വെട്ടി കളഞ്ഞിട്ട് അവിടെ മരിച്ചിനി നടാം, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കിട്ടട്ടെ എന്ന് പറഞ്ഞ് വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അതേ ശാസ്ത്ര സാഹിത്യ പരിഷത്തും പൂക്കാസായും ഒക്കെ ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാവുകൾ വച്ചു പിടിപ്പിക്കുകയാണ്, കാവുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് പലതരത്തിൽ. അപ്പോൾ ഞാനിത് എൻ്റെ വളരെ ചെറുപ്പത്തിൽ കേട്ട കാര്യമാണ്. ഇപ്പോൾ ഞാനിത് കാണുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം അധികാരത്തിലേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പത്രസമ്മേളനം, ഈ ഒരു ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞത് കാവുകൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ്. കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് ഇതിൻ്റെ പ്രാധാന്യം കുറേയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അല്ലേ? അതിൽ മനസ്സിലാക്കുന്നതോടൊപ്പം എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം ഞാൻ. ഇപ്പം നമ്മൾ വലിയൊരു പൂന്തോട്ടത്തിൽ കയറി, നിറച്ച് പൂക്കളും കാര്യമൊക്കെയുള്ള വളർത്തുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പൂന്തോട്ടത്തിൽ കയറി നമ്മൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫീല് കിട്ടുന്നുണ്ട് അല്ലേ? ചുറ്റും പൂക്കൾ, ആനന്ദം എല്ലാം കിട്ടുന്നുണ്ട്. അതേസമയം ഒരു നല്ല പഴക്കമുള്ളൊരു കാവ്, വള്ളികളെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഒരു എന്താ പറയുക, ഒരു തറയൊക്കെ കെട്ടി ഇരുണ്ട്, അവിടെ ഒരു ചെറിയ ചിരാതിലെ വിളക്ക് കത്തുമ്പോൾ ആ വിളക്കിന്റെ പ്രകാശം, അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ ഉള്ള ഫീൽ എന്താ? ഈ പൂന്തോട്ടത്തിൽ കിട്ടുന്നതിന്റെ വേറെ ലെവലാണ്. രണ്ടും ചെടികൾ തന്നെ, പക്ഷെ എന്തായിരിക്കും അവിടെ രണ്ടാണ്. കാരണം എന്താ വെച്ചാല് കാവുകളിൽ നാഗങ്ങളുണ്ട്. ഉയർന്ന സത്യമുള്ള നാഗങ്ങളെ കാണാനുള്ള ഇത് നമുക്കില്ല എന്ന് പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത അവരുടെ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള വിഷം മുഴുവൻ ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർ വലിച്ചെടുക്കുന്നുണ്ട്. അവിടെ കയറി ചെല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന എന്താ? നല്ല പ്യൂറായിട്ടുള്ള ഊർജമാണ്. ആ സ്ഥലത്ത് ഒരുപാട് ചെടികൾ ഉള്ളത് കൊണ്ടും അതിൽ നിന്നും ഓക്സിജൻ കിട്ടുന്നുണ്ട്. ആ ഓക്സിജനും നാഗങ്ങൾ വിഷവും വലിച്ചെടുത്തിട്ട് അവിടെ ഒരു ചെറിയ ദീപവും കൂടി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര മാറും, അവന്റെ ഭക്തി എത്ര ഉണരും. ആവശ്യം നമ്മൾ നോക്കി നോക്കണം. ഈ കാവുകൾ മൊത്തം നശിപ്പിച്ചിട്ട് അവരൊരു പൂന്തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അവിടെ ഒരു ഫീല് കിട്ടത്തില്ല. ഒരിടത്ത് കാഴ്ചയ്ക്ക് സുഖമെന്നേ ഉള്ളൂ, പക്ഷേ ദൃശ്യ സുഖത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ആത്മീയ സുഖമാണ്, ഒരു ആത്മസംതൃപ്തി. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ കാവ് സംരക്ഷിക്കും. എന്തായാലും നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടെങ്കിലും മനുഷ്യൻ ഇതിൻ്റെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല. പ്രാധാന്യമൊക്കെ ഭാവിയിൽ മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടെങ്കിലും കാവുകൾ സംരക്ഷിക്കപ്പെടണം, സർപ്പങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് ഈ പറഞ്ഞതുപോലെ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ആരാധനയുടെ ഭാഗമാകുമ്പോൾ അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഉണ്ടാവും. ആ പവിത്രമായൊരു അന്തരീക്ഷത്തിൽ വരുന്ന തലമുറയ്ക്ക് അത് വെളിച്ചമേകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ പൂന്തോട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ 300 കുടുംബം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഓരോ വീട്ടിൽ നിന്ന് ഓരോ അസുഖങ്ങളും ഉണ്ട്. എന്നാൽ പണ്ട് തറവാട്ട് കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ 10, 30, 50 പേര് ഒരുമിച്ച് താമസിക്കുന്നു. അവരുടെ ദിനചര്യ എന്ന് പറയുന്നത് തന്നെ പ്രകൃതി ഉണരുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, കുളിക്കുക, കാവിൽ വിളക്ക് വെക്കുക, കാവിലിരുന്ന് ജപിക്കുക. ആ കാലത്ത് ഈ പറയുന്ന ഇന്നത്തെ നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പല അസുഖങ്ങളും ഇല്ല, മഹാരോഗങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ട് അവർ അന്നത്തെ കാലത്തെ സ്ത്രീകൾ 10ഉം 15ഉം കുട്ടികൾക്ക് ജന്മവും നൽകിയിട്ടുണ്ട്. ഇന്നൊന്നുപോലും സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ആരാധനയുടെ അനവത്യത, ദുഃഖം, സന്താനമില്ലായ്മ വളരെ കൂടുതൽ ബാധിച്ചിരിക്കുകയാണ് മലയാളിയെ. തീർച്ചയായിട്ടും. അപ്പൊ അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യൻ പ്രകൃതിയിലേക്ക് ചെല്ലണം, മടങ്ങണം. പ്രകൃതിയിലോട്ട് മടങ്ങി കാവുകൾ സംരക്ഷിക്കപ്പെട്ട് കാവിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഏകാഗ്രതയുള്ള മനോഭാവമാണ് അപ്പോൾ ഉണ്ടാകുന്നത്. ആ ഏകാഗ്രതയോടുകൂടി നമ്മൾ പരമാത്മാവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ നടക്കും. കാരണം ചുറ്റുപാടുകൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും ഒരു ക്രൗഡിൽ നിന്ന് സംസാരിക്കുന്നതും ഒരു പാർട്ടി സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. ഇതേ നമ്മൾ കാവിൽ പോയിരിക്കണമെങ്കിൽ നമ്മളൊരു പക്ഷേ സംസാരിക്കില്ല. അതിൻ്റെ ഏകാഗ്രതയിൽ നമ്മൾ അങ്ങ് ലയിച്ചിരിക്കും, നല്ല ഓക്സിജൻ എടുത്ത് ശരീരവും മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരേ സമയം പെർഫെക്റ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ കാവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് കാവുകൾ നശിപ്പിക്കുന്നു, കുളങ്ങൾ നശിപ്പിക്കുന്നു, അത് മനുഷ്യന്റെ സർവനാശത്തിനാണ്. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം. മനുഷ്യന്റെ നിലനിൽപ്പ് അവരിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ, വരുന്ന തലമുറയ്ക്കെങ്കിലും. നന്ദി, നമസ്കാരം. നമസ്തേ. സമ്പൂർണ്ണ ജാതകം
സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.